വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന അതിജീവന സമരത്തെ അട്ടിമറിക്കാൻ നീതിരഹിതമായ ബദൽ സമരങ്ങൾക്കും നാട്ടുകാരെന്ന വ്യാജേന കൂലിക്ക് ആളെ ഇറക്കി പ്രകടനം നടത്താനും സാത്വികരായ വൈദികരെ പച്ചത്തെറി വിളിക്കാനും കനത്ത തുകയെറിഞ്ഞിട്ടും സമരക്കാരുടെ മനോവീര്യം തകർക്കാനോ അവരെ പിന്തിരിപ്പിക്കാനോ കഴിയാതെ പോയവർ കണ്ടെത്തിയ പുതിയ തന്ത്രമാണ് സമരക്കാരുടെ കൈകളിലേക്ക് തുറമുഖ പദ്ധതിയെ തകർക്കാൻ കോടികൾ എത്തിയെന്ന കള്ള വ്യാജ വാർത്ത സൃഷ്ടിക്കൽ. റേറ്റിംഗിൽ അത്ര മുന്നിലല്ലാത്ത ന്യൂസ് 18 ചാനലും ദേശാഭിമാനി അടക്കമുള്ള ചില പത്രങ്ങളും ഈ കള്ളക്കഥയ്ക്ക് പ്രചാരണം നൽകാൻ സർവ്വസന്നാഹങ്ങളുമായി രംഗത്തെത്തി. ആർക്കു വേണ്ടിയാണ് അവർ ഒറ്റ ദിവസം തകർത്ത് അഭിനയിച്ചതെന്ന് വൈകാതെ തന്നെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമായി. അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങി പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായിയുടെയും കിങ്കരന്മാരുടെയും കൂടെ സമരത്തിനെതിരെ നടത്തുന്ന അങ്ങേയറ്റം ഹീനമായ കളികൾ BJP ബാന്ധവത്തോടെ നടത്തുന്നവരും ഒന്നു ചേർന്നപ്പോൾ കളി കൂടുതൽ പരസ്യമായിരിക്കുകയാണ്. ആരാന്റെ സംഘടനയ്ക്ക് വിദേശത്ത് നിന്ന് കോടികൾ കിട്ടിയെങ്കിൽ അത് അന്തിയുറങ്ങാനുള്ള കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്ന പാവങ്ങളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ഉണ്ട ചോറിൻ്റെ കൂറു കാണിക്കാൻ ഇറങ്ങിയ ചാനൽ നടത്തുന്നത് അങ്ങേയറ്റം അപലപനീയമായ മാധ്യമ പ്രവർത്തനമാണ്. സമരക്കാരുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കാൻ പഞ്ച് ഡയലോഗുകൾ തള്ളി സ്വന്തം റിപ്പോർട്ടറെയും ഒരു സഖാവിനെയും ഏറാൻ മൂളികളെയും ഇരുത്തി നടത്തിയ ചർച്ച കൊണ്ട് വിഴിഞ്ഞം സമരത്തെ ഇല്ലാതാക്കി കളയാമെന്ന് കരുതിയോ? വർഷങ്ങളായി സമാനതകളില്ലാത്ത യാതനകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട സമരക്കാരുടെ ആവലാതികൾക്ക് കുറച്ച് നെഗറ്റീവ് പരിവേഷം നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നതിലപ്പുറം വിശേഷിച്ച് ഒരു ഗുണവും ആ ആരോപണങ്ങൾ കൊണ്ട് ഉണ്ടായില്ല. തീരദേശ ജനതയുടെ വോട്ടുകൾ വാങ്ങി ജയിച്ചിട്ടും തരിമ്പും നന്ദിയില്ലാതെ അവരുടെ ആവലാതികൾക്ക് നേരെ കൊഞ്ഞന്നം കുത്തി കാണിച്ച മന്ത്രി ആന്റണി രാജു എക്കാലത്തും അശാസ്ത്രീയമായ തുറമുഖ നിർമ്മിതിക്ക് കേരളത്തിൻ്റെ തീരത്തെ തീരെഴുതി കൊടുത്തവർക്കൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യ 2004 മുതൽ വിദേശ ഫണ്ട് കൈപ്പറ്റി നടത്തുന്ന സംഘടനയ്ക്ക് ലഭിച്ച വിദേശ പണത്തെ 2022 തുടങ്ങിയ പോർട്ട് വിരുദ്ധ സമരവുമായി കൂട്ടിക്കൊട്ടിക്കൊണ്ട് നടത്തുന്ന വാസ്തവ വിരുദ്ധമായ ചില പെയ്ഡ് ന്യൂസുകളെ പറ്റി വിശദമായ അന്വേഷണം തന്നെ വേണമെന്ന് ലത്തീൻ അതിരൂപത ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആന്റണി രാജുവിൻ്റെ സഹോദരൻ നടത്തുന്ന കോസ്റ്റൽ വാച്ച് എന്ന സംഘടന പലപ്പോഴും അവരുടെ പോർട്ട് വിരുദ്ധ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് പരമാർത്ഥമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സംഘടനയ്ക്ക് സമരവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് അങ്ങേയറ്റവും മണ്ടത്തരവും അപലപനീയവുമാണ്. 100-ലധികം ദിവസങ്ങളായി രാവും പകലും സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ വിവിധ തരത്തിലുള്ള പിന്തുണ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സംരക്ഷിക്കുന്നത് വൈദിക ശ്രേഷ്ഠന്മാരാണ്. അവരാരും ഈ സമരത്തിന് വേണ്ടി കാശ് പിരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. വിഴിഞ്ഞം സമരത്തിൻ്റെ പേര് പറഞ്ഞ് അവിഹിതമായി ആരെങ്കിലും കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വാങ്ങിച്ചവരിൽ ആരെങ്കിലും സമരക്കാരുടെ ഇടയിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതും സർക്കാർ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ അത് പൊതുജന സമക്ഷം തെളിയട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിനെ എതിർക്കാൻ അദാനിയുടെ ആശീർവാദത്തോടെ സമരം നടത്തുന്നവരുടെ ഫണ്ട് പിരിവുകളും അവരുടെ നേതാക്കന്മാരുടെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതല്ലേ എന്ന ചോദ്യവും ഈ അവസരത്തിൽ ഉയർന്നു വരികയാണ്. വിഴിഞ്ഞത്തെ പറ്റി ഒന്നും അറിയാതെ ക്ലമന്റ് ലോപ്പസ് എന്ന വ്യക്തി എഴുതിയ അശാസ്ത്രീയമായ റിപ്പോർട്ട് ഹിന്ദു പത്രത്തിൽ വന്നതും തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ആ പത്രത്തിൽ അദാനിയുടെ വകയായി ലക്ഷങ്ങളുടെ പരസ്യങ്ങൾ ലഭിച്ചതിൻ്റെയും പിന്നിലുള്ള ഇടപാടുകളും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. പോർട്ട് വരുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുമ്പോൾ തന്നെ അദാനിയിൽ നിന്നും രാഷ്ട്രീയക്കാർ 600 കോടി രൂപ കൈപ്പറ്റിയെന്ന പ്രശസ്ത സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പരാമർശവും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. മുഖ്യമന്ത്രിയാകും മുമ്പ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പിണറായി വിജയൻ ഭരണം കിട്ടിയതിനു ശേഷം പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കളഞ്ഞ് മലക്കം മറിഞ്ഞതിൻ്റെ പിന്നിൽ എന്താണെന്നും അന്വേഷിക്കുന്നത് തികച്ചും ന്യായമല്ലേ? സമരത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ചില മന്ത്രിമാർക്കും കഥയറിയാതെ അദാനിക്ക് വേണ്ടി സദാ വാദിക്കാനെത്തുന്ന സൈബർ സഖാക്കൾക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണണം. ബദൽ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലെ ചില കുലംകുത്തികളുടെയും സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ സത്യസന്ധമായി ഒരു അന്വേഷണം നടന്നാൽ മാത്രം മതി. മറഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വരും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന സംഘടനകളെ തകർത്ത് മത്സ്യത്തൊഴിലാളി വികസനത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാൻ ഇത്തരം അന്വേഷണങ്ങൾ അനിവാര്യമാണ്. മന്ത്രിയുടെ ബന്ധു നേതൃത്വം വഹിക്കുന്ന സംഘടനയുമായുള്ള വിവാദങ്ങളെയും മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന സമരത്തെയും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത് തികച്ചും ആസൂത്രിതവും ഗൂഢലക്ഷ്യത്തോടും കൂടി തന്നെയാണ്. ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളെ തളർത്താൻ ശ്രമിക്കുന്നതും ആക്ഷൻ സമിതി ഉണ്ടാക്കി ശത്രുക്കളെന്ന് നടിക്കുന്ന 2 പാർട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നതും കാണുമ്പോൾ അതിനു പിന്നിൽ ചരട് വലിക്കുന്ന ഭീമൻ ആരാണെന്ന്
പാർട്ടി അടിമകൾ ഒഴികെയുള്ള സാമാന്യ ജനത്തിന് പിടികിട്ടുന്നുണ്ട്. അതിനാൽ വിപ്ലവ പാർട്ടി അവരുടെ മുദ്രാവാക്യം ഒന്ന് മാറ്റി വിളിക്കുന്നത് നല്ലതാണ്. മുതലാളിത്തം ജയിക്കട്ടെ, വിപ്ലവം തുലയട്ടെ എന്ന മുദ്രാവാക്യമാണ് അവർക്കിനി ചേരുന്നത്.